അമ്മയോടൊപ്പം ആരാധിക്കാം, കാരുണ്യനാഥനെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. രണ്ട് കൈകളും ഉയർത്തി കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഒന്ന് ചേർന്ന് ആരാധിച്ച് എന്നെന്നും ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിച്ച് എന്നെന്നും ആരാധിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് എന്നെന്നും ആരാധിക്കാം. എല്ലാ മക്കളെയും സമർപ്പിച്ച് എന്നെന്നും ആരാധിക്കാം. മാതാപിതാക്കളെ സമർപ്പിച്ച് എന്നെന്നും ആരാധിക്കാം. നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് എന്നെന്നും ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 8-ാം തീയതിയായ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ സുദിനമാണ്. പരിശുദ്ധ കന്യാമാതാവിൻ്റെ ജനന തിരുനാൾ സാഘോഷം ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുണ്യപ്പെട്ട ദിനം. പരിശുദ്ധ കത്തോലിക്കാ സഭ ലോകത്തെവിടെയൊക്കെയുണ്ടോ ലോകം മുഴുവനും നമ്മുടെ അമ്മ പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം, അമ്മയുടെ മക്കൾ ഇന്ന് ആത്മീയമായി ഒരുങ്ങി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി സെപ്റ്റംബർ 1-ാം തീയതി മുതൽ നമ്മൾ പ്രത്യേകമായും പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചും അമ്മയുടെ അപദാനങ്ങൾ കീർത്തിച്ചും ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിക്കുകയായിരുന്നു. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണം, പരിശുദ്ധ ദൈവമാതാവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്ന് മാതാവിൻ്റെ മാതാപിതാക്കളായ അന്ന ജോവാക്കിം ദമ്പതികൾക്ക് പിതാവായ ദൈവം 2 വാഗ്ദാനം കൊടുത്തിരുന്നു. ഒന്നാമത്തെ വാഗ്ദാനം ഇതാണ്: നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കും. രണ്ടാമത്തെ വാഗ്ദാനം ഇപ്രകാരമാണ്: ആ കുഞ്ഞ് ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരും. ഇങ്ങനെ 2 വാഗ്ദാനങ്ങൾ ദൈവം അന്ന ജോവാക്കിം ദമ്പതികൾക്ക് പരിശുദ്ധ മാതാവിൻ്റെ മാതാപിതാക്കൾക്ക് നൽകി.
പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായ ഒരു വിധം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം പ്രത്യേകം ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഒരു വിധത്തിൽ എല്ലാം ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ മാതാപിതാക്കൾ പ്രായമേറെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ലഭിച്ചവരാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുവിധം എല്ലാവരും തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ അതൊക്കെ ആൺകുട്ടികളാണ്. അബ്രാഹം, സാറ പ്രായമേറെ ആയപ്പോഴാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചത്. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ഇനി ആ കുഞ്ഞ് ഇസഹാക്ക് എന്ന മകൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു, മക്കളില്ല. പ്രായമേറെ ആയപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടായത്, യാക്കോബും സഹോദരനും, അതും ആൺകുട്ടികൾ. ഇനി ഹന്നായെ നമുക്കറിയാം. സാമുവേൽ എന്ന മകൻ ജനിക്കുന്നത് ഈ ഹന്നായ്ക്ക് വളരെ പ്രായമായപ്പോഴാണ്, അതും ഒരു ആൺകുഞ്ഞ്. പിന്നെ നമുക്കറിയാം മറ്റൊരു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി സാംസൺ. ഈ സാംസന്റെ മാതാപിതാക്കളും പ്രായമേറെ കഴിഞ്ഞപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് സാംസൺ എന്ന കുഞ്ഞും ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി പ്രകാരം ജനിക്കുന്നത്, അതും ആൺകുഞ്ഞ്. ഇങ്ങനെ പഴയ നിയമത്തിൽ ഉടനീളം കാണാം ദൈവത്തിൻ്റെ പദ്ധതി, പ്രത്യേകമായ പദ്ധതി പ്രകാരം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ആൺകുഞ്ഞുങ്ങൾ. മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ പ്രായമായവർ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അതിന് അതുപോലെ തന്നെ തുടരുന്നതായിട്ട് കാണാം. ഒരൊറ്റ ഉദാഹരണം നമ്മൾ കണ്ടാൽ മതി. ഏറ്റവും പ്രശസ്തമായത് സഖറിയ, എലിസബത്ത്. അവർക്കും പ്രായമേറെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ആ കുഞ്ഞും ആൺകുഞ്ഞ്. എന്നാൽ അന്ന ജോവാക്കിൻ ദമ്പതികൾക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഒക്കെ ഇടയിൽ ഇവരും പ്രായമേറെയായി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, പക്ഷേ അത് പെൺകുഞ്ഞ്. അതാണ് പരിശുദ്ധ കന്യാമറിയം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അന്ന ജോവാക്കിം ദമ്പതികൾക്ക് ഉണ്ടായ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കൊടുത്ത 2 വാഗ്ദാനമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിക്കും, മാത്രമല്ല ആ കുഞ്ഞ് ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ എന്ന്. സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ മാതാവിൻ്റെ ജനനത്തോട് ചേർന്ന് തന്നെ പങ്കുചേർന്നു. അത് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നത് വിശുദ്ധ അഗസ്തീനോസാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്: മറിയത്തിൻ്റെ ജനനത്തിൽ ഭൂമി മുഴുവൻ സന്തോഷിക്കുകയും പ്രകാശപൂരിതമാവുകയും ചെയ്യണം. എന്തെന്നാൽ പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ല ചെടിയാണ് മറിയം. അതിൽ നിന്നും വിരിഞ്ഞ അമൂല്യമായ ലില്ലി പുഷ്പമാണ് യേശു. വിശുദ്ധ അഗസ്തീനോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിൻ്റെ ജനനം തന്നെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കണം, വിശുദ്ധിയുള്ള മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട്. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, തോട്ടത്തിലെ ഏറ്റവും നല്ല പുഷ്പമാണ് മറിയം, അതിൽ നിന്നും ജനിച്ച അമൂല്യമായ ലില്ലി പുഷ്പമാണ് കർത്താവ് ഈശോ മിശിഹാ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തോട്ടത്തിലെ ഏറ്റവും നല്ല ചെടിയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് അമൂല്യ പുഷ്പമായ കർത്താവ് ഈശോ മിശിഹാ ജനിച്ചതുപോലെ ഇന്ന് മാതാപിതാക്കൾക്ക് നല്ല ഭക്തിയും വിശ്വാസവും വിശുദ്ധിയും പ്രാർത്ഥനയും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ മാതാപിതാക്കൾ വിശുദ്ധിയിൽ വളരണം, വിശുദ്ധിയിൽ ജീവിക്കണം. എന്നിട്ടോ വിശുദ്ധിയോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ചിന്തകളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച്
പരിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കളാണ് ഇന്ന് ലോകത്തിനും ദേശത്തിനും നാടിനും സഭയ്ക്കും ആവശ്യം. പക്ഷേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആഗ്രഹിക്കാതെയും പ്രാർത്ഥിക്കാതെയും മാത്രമല്ല ലഹരികളുടെ ഉന്മാദത്തിലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കൾ. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും മുഴുവനും വലിയ ഭീഷണിയായിത്തീരുന്നു. ദുഷ്ടതയും മ്ലേച്ഛതയും അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കളല്ലേ വളരെ ദാരുണമായ പ്രവർത്തികൾ ചെയ്യുന്നത്? അവർ മാതാപിതാക്കളെ വധിക്കുന്നു, മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു, കുടുംബത്തെ തകർക്കുന്നു, സമൂഹത്തിന് അങ്ങനെയുള്ളവർ ബാധ്യതയായിത്തീരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവിൻ്റെ മാതാപിതാക്കളായ അന്ന ജോവാക്കിം ദമ്പതികളെപ്പോലെ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന മാതാപിതാക്കളായിത്തീരണം ഓരോ ദമ്പതികളും. അന്ന ജോവാക്കിം ദമ്പതികൾ തൻ്റെ മകൾ മറിയത്തെ വളർത്തിയതുപോലെ വിശുദ്ധിയിൽ മക്കളെ വളർത്താനായിട്ട് ഓരോ മാതാപിതാക്കളും ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ പ്രതിജ്ഞയെടുത്തേ മതിയാകൂ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നാലാമതായി നമ്മൾ കാണുന്നത് ഇങ്ങനെയല്ലേ? പോൾ ആറാമൻ മാർപ്പാപ്പ പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള തൻ്റെ പുസ്തകത്തിൽ ഡിവോഷൻ ടു ദ ബ്ലെസ്ഡ് മേരി എന്ന തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: മറിയം ദൈവപുത്രൻ്റെ അമ്മയാണ്, പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളും പരിശുദ്ധാത്മാവിൻ്റെ വാസഗേഹവുമാണ്. പ്രിയപ്പെട്ടവരെ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമാതാവ്. അതുകൊണ്ട് മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ സമയങ്ങളിലും നമുക്ക് ആത്മവിശ്വാസത്തോടെ പ്രത്യാശിക്കാവുന്ന വലിയൊരു സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ: നമ്മുടെ ഹൃദയങ്ങളിലും ലോകം മുഴുവനിലും സമാധാനവും സന്തോഷവും 10 മടങ്ങ് വർദ്ധിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഈ ജനന തിരുനാൾ സുദിനത്തിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ എന്നൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ, അന്നെല്ലാം അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടാണ് ആ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത്. അത് വിശ്വാസ പ്രതിസന്ധിയായാലും വിശുദ്ധി സംബന്ധമായ പ്രതിസന്ധിയായാലും മൂല്യച്യുതികളായാലും കർത്താവീശമിശിഹായോട് ചേർന്ന് നിൽക്കാൻ അമ്മ നമ്മളെ സഹായിക്കും. പരിശുദ്ധ മാർപ്പാപ്പമാർ, അഭിവന്ദ്യ മെത്രാന്മാർ, പിതാക്കന്മാരൊക്കെ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സഭാ നൗകയെ ഏറ്റവും തീഷ്ണതയോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹീത ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ സാഘോഷം ആഘോഷിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് കർത്താവിനെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. അമ്മയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. 2 കരങ്ങളും ഇങ്ങനെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സ് മുഴുവൻ, നമ്മുടെ ഹൃദയങ്ങൾ മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനെ ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും 2 കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, അല്പസ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഓരോ പ്രാവശ്യവും സ്തുതിക്കുമ്പോൾ സന്തോഷത്തോടെ സ്തുതിക്കണം. ഇങ്ങനെ ഒരു അമ്മയെ നമുക്ക് നമ്മുടെ അമ്മയായിട്ട് പിതാവായി ദൈവം നൽകി, പുത്രനായി ഈശോ നൽകി, പരിശുദ്ധാത്മാവായി ദൈവം നൽകി. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുണരട്ടെ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കട്ടെ. ഈശോയേ
ഒരുമിച്ച് കർത്താവേ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കരങ്ങൾ കൂപ്പാൻ നമുക്ക്. കർത്താവേ, അങ്ങേ കൈകളിലേക്ക് ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിക്കുന്നു. ഈശോ, ഇന്ന് ഞങ്ങളുടെ നാട്ടിലും ഈ ദേശത്തും ലോകം മുഴുവനിലും കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന എന്തുമാത്രം ദമ്പതികളാണുള്ളത്. വിവാഹം കഴിഞ്ഞ് 5, 10, 15, 20 വർഷങ്ങളൊക്കെ ആയിട്ടും ഒരു കുഞ്ഞിനെ പോലും ലഭിക്കാതെ അങ്ങേയറ്റം സങ്കടപ്പെട്ട് ജീവിക്കുന്നവർ, അങ്ങേയറ്റം വിഷമിച്ചും വേദനിച്ചും കഴിയുന്നവർ. കർത്താവേ, പ്രായമേറെ ആയപ്പോഴല്ലേ അബ്രാഹത്തിനും സാറായിക്കും കുഞ്ഞിനെ നൽകിയത്? അങ്ങേയറ്റം പ്രായമായപ്പോഴല്ലേ ഹന്നായ്ക്കൊരു കുഞ്ഞിനെ കൊടുത്തത്? വളരെ പ്രായാവസ്ഥയിലല്ലേ കർത്താവെ സക്രിയായ്ക്കും എലിസബത്തിനും കുഞ്ഞിനെ ലഭിച്ചത്? ഹന്ന ജോവാക്കിൻ ദമ്പതികൾക്കും അവരുടെ വാർദ്ധക്യത്തിലാണല്ലോ പരിശുദ്ധ മറിയം എന്ന കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്. കർത്താവെ, ഈ പ്രാർത്ഥനാ സമയത്ത്, ഈ ആരാധനാ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പദ്ധതി പ്രകാരം, അങ്ങയുടെ അനുഗ്രഹപ്രകാരം കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് മക്കളെ 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചു മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ കുഞ്ഞുങ്ങളെ നൽകി എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കുക. മനസ്സ് നിറയെ കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. മക്കളില്ലാത്ത ദമ്പതികൾക്ക്, മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തുതിച്ച് മനസ്സ് നിറയെ നന്ദിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുണരട്ടെ, സ്തുതിച്ചുണരട്ടെ. യേശുവേ, കൈകൾ കൂപ്പിക്കൊണ്ട് നാഥൻ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഒന്ന് ചേർന്ന് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കർത്താവേ, അങ്ങേ കൈകളിലേക്ക് എല്ലാ മാതാപിതാക്കളെയും ഈ ആരാധനാ സമയത്ത് സമർപ്പിക്കുന്നു. കർത്താവേ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അങ്ങയോട് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള വരം നൽകണമേ. എല്ലാ തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടും ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വഴിതെറ്റിയും തെറ്റായ ജീവിത മാതൃകയിലൂടെയും ഒക്കെ ജീവിക്കാനിടയാകും. അതുകൊണ്ട് കർത്താവെ, ഈ ലോകത്തിൽ വിശുദ്ധിയുള്ള മാതാപിതാക്കളെ അങ്ങ് തന്നെ രൂപപ്പെടുത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുന്ന മാതാപിതാക്കളോട് ജനിക്കുന്ന മക്കൾ വിശുദ്ധരായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, മാതാപിതാക്കളുടെ വിശുദ്ധി മക്കളിലേക്ക് തലമുറയായി അങ്ങ് പകർന്നു നൽകണമേ.
അതുകൊണ്ട് എൻ്റെ കർത്താവേ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുള്ള മാതാപിതാക്കൾക്കായി, വിശുദ്ധിയുള്ള മക്കൾ ജനിക്കാനായി. അങ്ങനെ വിശുദ്ധിയുള്ള മക്കളിലൂടെ സഭയും ലോകം മുഴുവനും അനുഗ്രഹീതമായി തീരാൻ ഇടയാക്കണമേ. നമുക്ക് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ ദമ്പതികൾക്കും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വരം നൽകണമേ. മക്കളെ വിശുദ്ധിയിൽ വളർത്താനായി പഠിപ്പിക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള ദുഷിച്ച വഴിയിലൂടെ മക്കൾ നീങ്ങുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ദുഷിച്ച ജീവിത മാതൃക അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അമ്മേ ദൈവമാതാവേ, അവരെയൊക്കെ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. വിശുദ്ധമായ ജീവിതം നയിക്കാൻ പഠിപ്പിക്കണമേ. ഈശോയുടെ വിശുദ്ധിയിൽ അവരെ പങ്കുചേർക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുണരട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. 1000 ആരാധന സ്തുതിഗീതികൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സ് നിറയെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ. സ്തുതിക്കുക മക്കളെ, കർത്താവിനെ സ്തുതിക്കട്ടെ, ഒരുമിച്ച് സ്തുതിച്ചാരാധിക്കട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന് വിളിച്ചാരാധിക്കാം. എല്ലാവരും ഒരുമിച്ച് സ്തുതി സ്തുതി എൻ മനമേ, ഈശോയേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഈ പുണ്യപ്പെട്ട നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായ ഈശോയുടെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ എല്ലാവരെയും കുടുംബങ്ങളിലെ നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ മാതാവിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചതുപോലെ കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ മക്കളെയും ഇതാ സമർപ്പിക്കുന്നു. അന്ന തൻ്റെ മകൻ സാമുവേലിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് ദേവാലയത്തിൽ വളർത്തിയതുപോലെ ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് അവിടുത്തെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാൻ നമുക്ക് എല്ലാവരും ഒന്ന് ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, 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 ദൈവശക്തി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഈ നിമിഷം വ്യാപരിക്കുന്ന കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നോട് ആരാധിക്കുന്ന കർത്താവേ, പരിശുദ്ധ അമ്മയെ ഞങ്ങൾ വിശുദ്ധി എന്ന വലിയ പരമപുണ്യം ഞങ്ങൾക്ക് നൽകണമേ. ഐക്യം എന്ന വലിയ പരമപുണ്യം ഞങ്ങൾ നൽകണമേ. കൃപകളും നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ കർത്താവേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം നിറയണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും